ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും റിയാസ് കൊച്ചാമ്പറമ്പിലെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് വീട് പണിയുന്നവർ ബെഡ്റൂമുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. ഇത് നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലെയിൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെഡ് ഏരിയ വരുന്ന സ്പേസിൽ നിന്ന് ഒരു 50 സെൻറ്റിമീറ്റർ നമ്മൾ ബെഡിൻ്റെ സൈഡ് ടേബിൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു 6 ഫീറ്റാണ് നമ്മൾ കട്ടിലിൻ്റെ വീതി ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പിന്നെ 50 സെൻറ്റിമീറ്റർ നമ്മൾ ഒരു ബെഡിൻ്റെ സൈഡ് ടേബിൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിളിൻ്റെ സെൻറ്റർ ആയിട്ടാണ് നമ്മൾ ബെഡ് കൊടുക്കുന്നത്. ഈ ബെഡിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ ബെഡ് ഹെഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്ന ബെഡ് ഹെഡർ പോയിൻ്റ്. അതുകൂടാണ്ട് ബെഡിൻ്റെ സെൻറ്ററായിട്ട് തന്നെ ഫാൻ പോയിൻ്റ് നമ്മൾ കൊടുക്കുന്നത് 120 സെൻറ്റിമീറ്റർ ആണ് ഫാനിൻ്റെ പോയിൻ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡ് ടേബിൾ രണ്ടും കഴിഞ്ഞ് ഫാനിൻ്റെ പോയിൻ്റുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് വരുന്നത് റൂമിൽ വാർഡ്രോബ് ഏരിയയാണ് വരുന്നത്. ചില വീടുകളിൽ വാർഡ്രോബ് ചിലപ്പോൾ സീലിംഗ് ഹൈറ്റ് വരെ മൊത്തത്തിൽ ചെയ്യും. പകുതി ഡോറിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിറർ സ്പേസും കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഏരിയയിൽ മൊത്തത്തിലായിട്ട് വാർഡ്രോബ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വാർഡ്രോബിൻ്റെ അകത്തും ലൈറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സർക്യൂട്ടാണ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. നമ്മൾ വാളയിൽ ലൈറ്റ് പോയിൻ്റ് ഒന്നും തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. മൊത്തം ലൈറ്റ് പോയിൻറ്റും കാര്യങ്ങളും നമ്മൾ സീലിങ്ങിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ ഇതിൽ വന്നേക്കുന്ന പിന്നെ അടുത്ത ഒരു ഏരിയയാണ് നമ്മുടെ ബേ വിൻഡോ ഏരിയ. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന എല്ലാ വീടുകളിലും ബേ വിൻഡോ ഏരിയ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നേക്കുന്നത് ബേ വിൻഡോ ഏരിയയിൽ നമ്മുടെ ബേ വിൻഡോയുടെ ഹൈറ്റ് കൊടുത്തേക്കുന്നത് 50 സെൻറ്റിമീറ്ററാണ് ബേ വിൻഡോയുടെ ഹൈറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ആ റൂമിൻ്റെ വീതി അനുസരിച്ച് മൊത്തത്തിലൊരു ഏരിയ ഒരു ബേ വിൻഡോ ആയിട്ട് എടുത്തേക്കാണ്. ബേ വിൻഡോയിൽ നമ്മൾ പ്ലഗ് പോയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബേ വിൻഡോയുടെ സൈഡിലായിട്ട് 2 ബോക്സ് പോലെ വന്നിട്ടുണ്ട്. ആ ബോക്സുകളിലും നമ്മൾ ഓരോ ലൈറ്റ് പോയിൻ്റ് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബേ വിൻഡോയുടെ ഹൈറ്റിൻ്റെ സൈഡിലായിട്ട് 2 സിലിണ്ടർ ലൈറ്റ് പോയിൻ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റൂമിൽ വരുന്ന ബാത്റൂമാണ്. ഇത് ഓൾറെഡി അവിടെ ഭായിമാർ ഓൾറെഡി ബാത്റൂം തേച്ച് കഴിഞ്ഞായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ടാണിത്. അപ്പോൾ ബാത്റൂമിൽ നമ്മൾ വാഷ് ബേസിൻ ഏരിയയിൽ ഒരു ലൈറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സോസ്റ്റ് ഫാന് ഇതേപോലെ പൈപ്പ് ഇട്ട്, അതുപോലെ വാട്ടർ ഹീറ്ററിൻ്റെ ഒരു പ്ലഗ് പോയിൻ്റ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ റൂമുകളിൽ ചെയ്തേക്കുന്നത്, ബാത്റൂമിൽ ചെയ്തേക്കുന്നത്. ബാത്റൂമിൻ്റെ സീലിംഗിലാണ് ബാത്റൂമിൻ്റെ ലൈറ്റ് പോയിൻറ്റും കൊടുത്തേക്കുന്നത്. ബാത്റൂമിൻ്റെ ലൈറ്റ് നമ്മൾ സീലിംഗിലാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ വാർഡ്രോബ് ഏരിയയിൽ നമ്മളൊരു ജംഗ്ഷൻ ഇട്ടൊരു 2 വേയുടെ പൈപ്പാണ് ഈ അടിച്ചേക്കുന്നത്. 2 വേക്ക് ഒരു പൈപ്പ് മാത്രമേ നമ്മൾ സെപ്പറേറ്റ് അടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന AC ഡയറക്റ്റ് വരാനായിട്ടൊരു പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ സഹകരിക്കുക. ഓക്കെ.